നമസ്കാരം. ഇന്ന് വളരെയേറെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം കരിങ്കാലി മാല. ചില പേർ അതിനെ പറയുന്നു കരിങ്ങാലി മാല, ചില സ്ഥലത്ത് കരിങ്കാലി മാല എന്നിങ്ങനെ പല രീതിയിലും കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലത് തന്നെയാണ്, ഒരു നല്ല കാര്യമാണല്ലോ. ഒരു മാല ധരിക്കുന്നു എന്ന അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. കാരണം ഈ സിമ്പിൾസ്, ചിഹ്നങ്ങളെല്ലാം തന്നെ നമ്മളെ ഒരു പ്രത്യേക തോട്ട് പ്രോസസ്സിലേക്ക് നയിക്കുകയാണ്. ഒരു ചന്ദനക്കുറി ധരിക്കുന്നു, കുങ്കുമം ധരിക്കുന്നു, ഭസ്മം ധരിക്കുന്നു, രുദ്രാക്ഷമാല ധരിക്കുന്നു, മോതിരം ധരിക്കുന്നു, വളകൾ അണിയുന്നു. അതുപോലെ കുറേ കാര്യങ്ങളെല്ലാം തന്നെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നല്ലതിനെ ചിന്തിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്, നല്ലതിലേക്ക് എന്നുള്ള ഒരു ചിന്ത. അപ്പോൾ ഇവിടുത്തെ വിഷയം കരിങ്കാലി മാല എന്നുള്ളതാണ്. അപ്പോൾ കരിങ്കാലി മാല ധരിച്ചു കഴിഞ്ഞാൽ ചിലർ പറയുന്നു ദോഷങ്ങൾ തീരുമെന്നും, മറ്റു ചിലർ പറയുന്നു ദൃഷ്ടിദോഷം മാറുമെന്നും, മറ്റു ചിലർ ഈ പരിഹാരങ്ങളൊന്നും ചെയ്യണ്ട, ഈ കരിങ്കാലി മാല ധരിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാകും എന്നുള്ള അർത്ഥത്തിൽ. ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കാം, അല്ലെങ്കിൽ ചിലരുടെ വീക്ഷണത്തിൽ തെറ്റായിരിക്കാം. കരിങ്കാലി മാല ഒന്ന് ധരിച്ചു കഴിഞ്ഞാൽ സർവദോഷ പരിഹാരമായി എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഇതിനെ നാം കാണുന്നു, ഇല്ലെങ്കിൽ നയിക്കപ്പെടുന്നു. ഈ ചിന്തയിലേക്ക് നയിക്കപ്പെടുന്നു. ശക്തമായ നല്ല മനസ്ഥിതിയുള്ളവർ ഇതിലൊന്നും പെടില്ല. അവർ വേറെ ചില കാര്യങ്ങളിലേക്ക് പോവുകയാണ്. മനസ്സിന് ദൗർബല്യം ഉള്ള ആൾക്കാർ ഇതിനെ വിശ്വസിച്ച് പോകും എന്നിങ്ങനെ പലതരത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ കരിങ്കാലി മാല ധരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഫലം എന്നുള്ളൊരു ഒറ്റ ചിന്ത. ദൃഷ്ടിദോഷം മാറാനുള്ളവർ മാറും എന്ന് വിശ്വസിക്കുന്നു, ധനം വരുമെന്ന് വിശ്വസിക്കുന്നു, ചിലർ ശത്രുദോഷം മാറുമെന്ന് വിശ്വസിക്കുന്നു, പലതരം വിശ്വാസങ്ങൾ. പക്ഷേ എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ കർമ്മം ഇതിൻ്റെ പുറകെ വേണം. കർമ്മം, കർമ്മഫലം. ഈ കർമ്മഫലം എന്ന് പറയുമ്പോൾ തന്നെ നാം ചിന്തിക്കുന്നത്, നമ്മുടെ മനസ്സ് നേരെ പോകുന്നത് പൂർവ്വജന്മത്തിലേക്കാണ്. ഈ നിമിഷം ചിന്തിക്കേണ്ടത് കർമ്മം, കർമ്മഫലം എന്ന് പറഞ്ഞാൽ ഈ നിമിഷം വരെ നാം ചെയ്ത കർമ്മത്തിൻ്റെ ഫലം, കർമ്മഫലം. അതായത് ഒരു മാസം കൊണ്ട് പഠിക്കുകയാണ്, പരീക്ഷ എഴുതുകയാണ്, പാസ്സാകുകയാണ്. കഴിഞ്ഞ ജന്മത്തിൽ പഠിച്ചതല്ല ഇവിടെ പാസ്സായത്. അതുകൊണ്ടല്ല ഇവിടെ പാസ്സാകാൻ കാരണം, പരീക്ഷ പാസ്സാകാൻ ജയിക്കാനുള്ള കാരണം. അപ്പോൾ കർമ്മഫലം എന്ന് പറയുന്നത് എപ്പോഴാണോ കർമ്മഫലം എന്ന് നാം ഉച്ചരിക്കുന്നത് ആ നിമിഷം വരെ നാം ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിരിക്കും മനുഷ്യൻ അനുഭവിക്കുക. അവശ്യം അനുഭവോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം നാഭുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകോടി ശതൈരപി. കോടി കൽപ്പങ്ങൾ കഴിഞ്ഞാലും നാം ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റൂ, മതിയാകൂ. ഇവിടെ കർമ്മം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് പെട്ടെന്നൊന്ന് നല്ല ചിന്തയിലേക്ക് നയിക്കുവാനായി അതിനെ പ്രവൃത്തി എന്ന് മനസ്സിലാക്കിയാൽ മതി. പ്രവൃത്തി ഫലം. ഇവിടെ പ്രവൃത്തി എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് വിഷയങ്ങൾ കൂടി അതിനകത്തുണ്ട്. ഒന്ന്, മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതെല്ലാം തന്നെ പ്രവൃത്തിയിൽപ്പെടും, അതായത് കർമ്മത്തിൽപ്പെടും. വാക്കുകൾ കൊണ്ട് പറയുന്നതെല്ലാം തന്നെ കർമ്മത്തിലേക്ക് അന്വർത്ഥമാകും, അതും ഒരു കർമ്മം തന്നെയാണ്. വാക്കുകൾ കൊണ്ട് നമുക്ക് ഒരാളെ സന്തോഷിപ്പിക്കുവാൻ സാധിക്കും, ദുഃഖിപ്പിക്കുവാനും സാധിക്കും. ആയതിനാൽ അതും ഒരു കർമ്മം തന്നെയാണ്. അപ്പം മനസ്സ്, വാക്ക്, പ്രവൃത്തി, കൈകാലുകൾ ഉപയോഗിച്ചുകൊണ്ട് നാം ചെയ്യുന്ന പ്രവൃത്തി, ഇത് മൂന്നും ചേർന്നാണ് കർമ്മഫലത്തിലേക്ക് കാരണമാകുന്നത്. ഇത് ഒരു ബേസിക് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സാണ്. ഇതിനകത്ത് ഒരുപാട് പറയുവാനുണ്ട്. നേരെ നമുക്ക് കരിങ്കാലി മാല എന്നുള്ള വിഷയത്തിലേക്ക് വരാം. കരിങ്കാലി മാല ധരിച്ചാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവുമില്ല എന്ന് ഉത്തരം. കരിങ്കാലി മാല ധരിച്ചാൽ എൻ്റെ ദോഷങ്ങളെല്ലാം പോകും, ഇനി എനിക്ക് ദോഷമൊന്നുമില്ല, ഞാൻ ഇനി മോക്ഷപ്രാപ്തിയിലേക്ക് അധികാരം ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു ചിന്ത തെറ്റാണ്. അതായത് ഇത് ധരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദോഷമെല്ലാം തീർന്നു, ഞാനിനി ഒന്നും ചെയ്യേണ്ടതില്ല, ഞാനിനി ക്ഷേത്രത്തിൽ പോകണ്ട, പ്രാർത്ഥിക്കേണ്ട, നാമജപം ജപിക്കേണ്ട, സത്കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട എന്നുള്ള ചിന്തയോടുകൂടി കരിങ്കാലി മാല ധരിക്കരുത്. ഇന്ന് ട്രെൻഡിങ് ആണ്.
നമുക്ക് ധരിക്കാം, മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യമാണ്, ആർക്കും ഒരു വേദനയില്ല, ആരെയും നാം ദുഷിപ്പിക്കുന്നില്ല, നമ്മൾ കുറച്ച് രൂപ കൊടുക്കുന്നു, കരിങ്കാലിമാല ഒരു സ്വർണ്ണം വാങ്ങിക്കുന്നത് പോലെ തന്നെയാണ്, ഒരു വെള്ളിമാല വാങ്ങിക്കുന്നത് പോലെ തന്നെയാണ്, ധൈര്യമായിട്ട് ധരിക്കാം, ദോഷഫലങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഇത് ധരിച്ചാൽ നാളെ എനിക്ക് 1 കോടി രൂപ ലോട്ടറി അടിക്കും, ഞാൻ നാളെ മന്ത്രിയാവും എന്നുള്ള ചിന്തയോടുകൂടി ധരിക്കരുത് എന്നുള്ളൊരു അഭിപ്രായമാണ് ഇതിലൂടെ ചിന്തിക്കുവാനായിട്ട്, ഇല്ലെങ്കിൽ നാം ശ്രമിക്കേണ്ടത് ആ ഒരു ചിന്താ പദ്ധതിയാണ്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരേ വിഷയം, കർമ്മം, കർമ്മഫലം, നാം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നാം അനുഭവിച്ചിരിക്കും എന്നുള്ളൊരു വസ്തുത നാം എപ്പോഴും ചിന്തിക്കുക. നമസ്കാരം.